ഒരു യൂട്യൂബുകാരൻ്റെ ചാനലിൽ ഈ പണ്ഡിതൻ്റെ ഫോട്ടോയും വെച്ചിട്ട് ഒരു വോയിസ് കേൾക്കാനിടയായി. അത് ഇദ്ദേഹം തന്നെയാണോ പറയുന്നത്, മറ്റാരെങ്കിലും പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ച് പ്രചരിപ്പിക്കുകയാണോ എന്നെനിക്കറിഞ്ഞൂടാ. കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിൻ്റെ നേതാവായ ഷാഫി ചാലിയം പറഞ്ഞ ഒരു പ്രതികരണമായിട്ടാണ് ഈ വോയിസിൽ പറയുന്നത്. അതിൽ പറയുന്നത്, ലീഗിനെ പേടിച്ചുകൊണ്ട് ഇവിടെ ദീന് പറയാൻ പണ്ഡിതന്മാർക്ക് പറ്റാത്ത അവസ്ഥയാണ് എന്നാണ് ആ വോയിസിൽ പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ടാട്ടോ, ഇദ്ദേഹമാണോ പറഞ്ഞതെന്നുള്ളത് എനിക്കറിയില്ല എന്നുള്ളത് ഞാൻ വീണ്ടും പറയാണ്. ഇനിയിപ്പോൾ ഈ മൂല്യാരാണ് പറഞ്ഞത് എങ്കിലും ഈ മൂല്യാരുടെ ഫോട്ടോ വെച്ചിട്ട് വേറെ ആരെങ്കിലും പറഞ്ഞു വിട്ടതാണ് എങ്കിലും പറയാനുള്ളത്, ഇന്ത്യ മഹാരാജ്യം സ്വതന്ത്രമായി ഈ രാജ്യത്തിന് വേണ്ടി ഒരു ഭരണഘടനയ്ക്ക് രൂപകൽപ്പന നൽകുമ്പോൾ 100,000 ജാതികളും ഒട്ടേറെ മതങ്ങളും പലതരത്തിലുള്ള മനുഷ്യരും മതമില്ലാത്തവരും ഒക്കെ അധിവസിക്കുന്ന ഒരു രാജ്യം, ആ രാജ്യത്തിനൊരു ഭരണഘടന ഉണ്ടാക്കുമ്പോൾ എല്ലാ വിഭാഗത്തിനെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ വിഭാഗത്തിൻ്റെയും അവകാശങ്ങളെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു ഭരണഘടനയാണ് നിലവിൽ വരിക. അങ്ങനെ ഒരു ഭരണഘടന വരുമ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ അവകാശങ്ങളെക്കുറിച്ച് ഓരോന്നോരോന്നായി ആ ഭരണഘടനയിൽ എഴുതി ചേർക്കുന്നതിൽ മുഖ്യമായ പങ്ക് വഹിച്ചത് മുസ്ലിം ലീഗിൻ്റെ നേതാക്കളാണ്. അങ്ങനെ ഒരുപാട് അവകാശങ്ങൾ ആ ഭരണഘടനയിൽ എഴുതി വെക്കുമ്പോൾ അപ്പോൾ ഈ രാജ്യത്ത് അധിവസിക്കുന്ന മതവിശ്വാസികളായ വിഭാഗങ്ങൾക്ക് അവരുടെ മതവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും അവരുടെ മത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിർവഹിക്കാനും മതപരമായ വിദ്യാഭ്യാസം നടത്താനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും ഒക്കെയുള്ള അവകാശവും ഉണ്ടാകും എന്ന് ആ ഭരണഘടനയിൽ ഉറപ്പുവരുത്തുമ്പോൾ അതുപോരാ, ആ മതം പ്രചരിപ്പിക്കാനുമുള്ള അവകാശം വേണം എന്ന് പറഞ്ഞുകൊണ്ട് അതും കൂടി ആ ഭരണഘടനയിൽ ഉറപ്പുവരുത്തിക്കൊണ്ട് പച്ച മഷി കൊണ്ട് എഴുതി ഒപ്പിട്ടത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സ്ഥാപക നേതാവായ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ. അപ്പോൾ ആ അവകാശം നേടിത്തന്ന ലീഗിനെ പേടിച്ചിട്ട് ഇവിടെ മതപണ്ഡിതന്മാർക്ക് ദീന് പറയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതാര് പറഞ്ഞാലും അത് ഉൾക്കൊള്ളാൻ ഇത്തിരി പ്രയാസമാണ്. അപ്പോൾ അത് നേടിയെടുത്ത ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനും അതിൻ്റെ പ്രവർത്തകന്മാർക്കും അറിയാം ഇതൊക്കെ എങ്ങനെ സംരക്ഷിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളത്. ഇനി ഈ വോയിസിൽ പറഞ്ഞതുപോലെ അങ്ങനെ നിങ്ങൾക്ക് ദീന് പറയാൻ പറ്റാത്ത സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞാൽ അവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർ വന്ന് കാവൽ നിന്ന് തരാം. പക്ഷെ പറയുന്നത് ദീനായിരിക്കണം. മുമ്പിൽ നിന്ന് കേൾക്കുന്ന തെക്കുബീറിൻ്റെ ഒച്ച കേട്ട് പറഞ്ഞ് മറ്റുള്ളവരുടെ മേക്കെട്ട് കയറാൻ നിൽക്കരുത്. അങ്ങനെ കയറുമ്പോഴാണ് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നൊക്കെ പല വർത്തമാനങ്ങളും പല മറുപടികളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ചോട്ടിൽ വന്നാണ്ട് ഏതാ ഇയാൾ, ഏതാ ഈ കാക്ക, ഇവിടെ അതൊക്കെ നോക്കാനും കാവൽ നിൽക്കാനൊക്കെ ഇവിടെ നിയമവും നിയമപാലകരും ഒക്കെ ഉണ്ട്, നിങ്ങളെ ലീഗാരം ആവശ്യമൊന്നുമില്ല ഓടാ എന്നൊന്നും പറഞ്ഞാണ്ട് കുറിപ്പിട്ട് തോണ്ടി പോകാൻ നിൽക്കണ്ട. അപ്പോൾ ഈ തലയെക്കെട്ടും ഈ താടിയുമുള്ള ഈ ഒരു വലിയ പണ്ഡിതൻ്റേതായി പറയുന്ന ഈ വോയിസിനുള്ള മറുപടിയെ നമ്മൾ പറയുന്നുള്ളൂ.